welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് പഴംപൊരിയാണ്. നല്ല പെരുമഴയാണ് പുറത്ത്. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ മുറ്റത്തൊക്കെ പെട്ടെന്ന് വെള്ളം പൊങ്ങും. മഴ പോകുന്നതിനനുസരിച്ച് പെട്ടെന്ന് താഴുകയും ചെയ്യും. എങ്കിലും നന്നായിട്ട് മഴ പെയ്ത് വെള്ളമൊക്കെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നല്ല ചൂട് പഴംപൊരി ചായയും കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന പഴംപൊരി എങ്ങനെയാണെന്ന് കാണിച്ചത്. ഇത് എൻ്റെ കുഞ്ഞമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ മൈദ മാത്രം യൂസ് ചെയ്തുണ്ടാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയായിട്ട് തോന്നി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. ഒരു വലിയ ബൗൾ എടുക്കാം. അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 ഏത്തപ്പഴം, മീഡിയം സൈസിലുള്ള ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത പഴം എടുക്കുക, അതാണ് ടേസ്റ്റ്. ഇതങ്ങനെ എണ്ണയൊന്നും കുടിക്കുന്നതൊന്നുമല്ല കേട്ടോ ഈ പഴംപൊരി. അപ്പോൾ ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പിനടുത്ത് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഇതിന് കഴിക്കാനായിട്ട്. സാധാരണ നമ്മൾ മൈദ മാത്രം യൂസ് ചെയ്യുന്നതിലും ഒക്കെ ടേസ്റ്റാണ്. അപ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കളറിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത പഴമല്ലേ നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ട് അധികം പഞ്ചസാരയുടെ ആവശ്യമില്ല. അതിനുശേഷം പൊടിയൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അധികം ലൂസല്ലാത്ത രീതിയിൽ മാവ് കുഴച്ചെടുക്കുക. പുറത്ത് മഴ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ പഴംപൊരിയുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ് എടുക്കുന്നത്, കാരണം ഒത്തിരി കട്ടിയിൽ ഇങ്ങനെ മാവ് പുറമേ ഇരിക്കുന്നത് ആർക്കും അത്ര താല്പര്യമല്ല. കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാവ് കുറച്ചുകൂടെ കട്ടിയാക്കി എടുക്കാം. അതിനുശേഷം പഴം അധികം കനത്തിലല്ലാത്ത രീതിയിൽ നമുക്കിതിനകത്തേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് വലിയതായിട്ടും മുറിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. ഒത്തിരി വലുത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ 2 സൈസിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ നമ്മുടെ പഴം മുങ്ങിക്കിടക്കാനുള്ള അത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ പഴം വറുത്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലും അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലും മാറി മാറിയിട്ടെടുക്കുക. കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ക്രിസ്പി ആയി വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. കളർ ഒത്തിരി ഡാർക്ക് ആകുന്നതിന് മുന്നേ കോരിയെടുക്കുക. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ എല്ലാം വയ്ക്കുക. ഇത് എണ്ണയൊന്നും അധികം കുടിക്കത്തില്ല കേട്ടോ, തീരെ എണ്ണ കുറച്ച് മതി ഇതിന്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് പഴംപൊരി ഉണ്ടാക്കി നോക്കുക. നമ്മുടെ മഴയുടെ ശക്തിയൊക്കെ കുറഞ്ഞ് മഴ തോർന്നു തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കുക. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.